ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് ബിനാൻസിൽ നിന്ന് USDT അതേപോലെ TRX ക്രിപ്റ്റോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വാങ്ങാൻ പറ്റും. അത് എങ്ങനെയാന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. ബിനാൻസ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ വാലറ്റ് എന്നുള്ള ഭാഗത്ത് ഏറ്റവും ലാസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഫണ്ടിങ് എന്നുള്ള ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ ഓപ്ഷനാണ് ഫണ്ടിങ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഡെപ്പോസിറ്റ്, വിഡ്രോ, ട്രാൻസ്ഫർ എന്നുള്ളത്. ഇതിൽ ഒരുപാട് കോയിൻസുകൾ അവൈലബിൾ ആണ് ഇവിടെ. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ TRX ആണ് ഉദ്ദേശിക്കുന്നത്. USDT ആണ് USDT ചെയ്യാൻ പറ്റും. TRX ആണ് TRX. നമുക്ക് വേണ്ട കോയിൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ P2P വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. P2P വഴി നമ്മൾ എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ കാണാം P2P എന്നുള്ള ഭാഗം രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ USDT കാണാം, എല്ലാം കാണാൻ പറ്റും. ഒരുപാട് കറൻസികൾ അവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഏതാണ് വേണ്ടതുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ TRX ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ USDT ആണ് ഓൾറെഡി ആക്കി വെച്ചിട്ടുള്ളത്. 91 രൂപ ഇതിൻ്റെ റേറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 91 എടുക്കുന്നത്. ഒരുപാട് ആൾക്കാർ വിൽക്കാൻ വെച്ചതാണ് അവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ P2Pയിലേക്ക് വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഞാൻ എടുക്കാൻ പോവാണ്. ഞാൻ USDT എന്നുള്ളത് TRX സെലക്ട് ചെയ്യാൻ പോവാണ്. TRX ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ കാണാം 10.11 ഒരു TRXന് 10 രൂപയും 11 പൈസയാണ് അവർ റേറ്റ് ഇട്ടുള്ളത്. താഴെ 14 ഉണ്ട്. നമുക്ക് ഏറ്റവും കുറഞ്ഞ നോക്കിയിട്ട് എടുക്കാം. ഇപ്പം ഞാൻ ഒന്ന് സെലക്ട് ചെയ്യണമെന്ന്. ഇപ്പോൾ എല്ലാവർക്കും ഒരു ലിമിറ്റ് ഉണ്ടാവും. ചിലപ്പോൾ 500 രൂപ തന്നെ മിനിമം വേണ്ടി വരും. ഇപ്പോൾ ഓരോരുത്തർക്കും ഒരു ലിമിറ്റ് അനുസരിച്ചായിരിക്കും അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് നോക്കിയെടുക്കാം. ഇപ്പം ഞാനിതിലൊന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് താഴോട്ട് പോയിട്ട്. ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു 10.54 ഒന്ന് കണ്ടിട്ടുണ്ട്. ഞാനത് സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ബൈ TRX എന്നുള്ളത് കാണാം. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര ക്യാഷിനാണ് വേണ്ടതെന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് ബൈ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു 1000 രൂപക്കുള്ളത് നോക്കുകയാണ്. അപ്പോൾ 1000 രൂപക്കുള്ള TRX അവിടെ കാണിക്കുന്നുണ്ട്. ഏകദേശം 94ഓളം TRX കിട്ടും. അപ്പോൾ ഞാനതിൽ ബൈ TRX എന്നുള്ളത് കൊടുക്കുകയാണ്. ഇപ്പോൾ 1000 രൂപയ്ക്ക് കിട്ടുന്ന TRX ആണ് അവിടെ കാണിക്കുന്നത് നേരെ താഴെ. ഓക്കെ, 10 രൂപക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ലിമിറ്റ് ഉണ്ട്. അവർ കാണിക്കുന്നുണ്ട് മിനിമം 500 രൂപക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ 1000 വെച്ചിട്ടുണ്ട്. ബൈ TRX എന്നുള്ള ഭാഗം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓർഡർ ക്രിയേറ്റഡ് എന്ന് കണ്ടില്ലേ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ മുകളിൽ മെസ്സേജിൻ്റെ ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഓപ്ഷനാണ് വരുന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യാം, ഹായ്. അപ്പോൾ അവരിങ്ങോട്ട് ഓൺലൈൻ ഉണ്ടെങ്കിൽ അവരിങ്ങോട്ട് മെസ്സേജ് അയക്കും. ജസ്റ്റ് ആയിട്ടിട്ടുണ്ട്. അവർ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ യെസ് എന്നിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് TRX നീടുന്നത് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എനിക്ക് വേണമെന്നുള്ളത്. അപ്പോൾ അതിന് മറുപടി വരുന്നതിന് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആവും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ ചിലപ്പോൾ ബിസിയിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൈം ലേറ്റ് ആവുകൊണ്ട് കോൺടാക്ട് നമ്പർ ഇപ്പോൾ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. അവർ കോൺടാക്ട് നമ്പർ ഫസ്റ്റ് തന്നെ അതിൽ കാണിക്കുന്നുണ്ട് ചാറ്റിലൊക്കെ. അപ്പോൾ അവർ നോക്കിയിട്ടില്ല, ഇതുവരെ നോക്കിയിട്ടില്ല. നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു യെല്ലോ ടിക്ക് കാണിക്കും അവിടെ. ഓക്കെ, ഇപ്പോൾ അവർ നോക്കിയിട്ടുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള പരിപാടി ചെയ്യാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരെ UPI ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അവിടെ UPI ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ അവരെ കാണിക്കും അവരെ. അപ്പോൾ അതിന് ഞാൻ തൽക്കാലം UPI ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്യുക, ആ UPI കോപ്പി ചെയ്യുക. നേരെ ഗൂഗിൾ പേയിൽ പോയിട്ട് നമ്മൾ അവിടുന്ന് ആ UPIയിലേക്ക് നമുക്ക് 1000 ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക വേണ്ടത്. നമ്മൾ ഗൂഗിൾ പേ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ UPI ഞാനത് കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക.
ഇതിൽ കാണിക്കുമെന്ന് എനിക്കറിയില്ല. സെക്യൂരിറ്റി സംബന്ധമായ ഇതുണ്ട്, അതുകൊണ്ട് ഇവിടെയൊക്കെ ബ്ലാക്ക് ആയിരിക്കും. അതാ അപ്പോൾ ബ്ലാക്ക് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ UPI പേയ്മെൻ്റ് അല്ലേ, പേ UPI ID എന്നുള്ള അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ UPI ID കൊണ്ടുപോയിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അവർക്ക് പേ ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ ഇതിന് മുമ്പ് അവർക്ക് ചെയ്ത് കൊടുത്തതാണ് ഇതൊക്കെ. അവർക്ക് TRS വാങ്ങിയ പൈസൻ്റെ റെസിപ്റ്റാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ചെയ്തതിന് ശേഷം അതിൻ്റെ റെസിപ്റ്റ് ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം, സ്ക്രീൻഷോട്ട് ചെയ്തിട്ട്. കണ്ടോ, അവിടെ പേയ്മെൻറ്റ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് അവിടെ അപ്ലോഡ് ചെയ്യാം. അവിടെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ട്രാൻസ്ഫർ എന്ന് അടിക്കുക. നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ കൊടുത്താൽ നേരെ അവരെ ചാറ്റിലേക്ക് പോകും. ഓക്കെ, ചാറ്റിലേക്ക് പോയതിന് ശേഷം അവരെ നോക്കും. നോക്കിക്കഴിഞ്ഞാൽ അവർ നമുക്കുള്ള റിസീവ് ചെയ്ത് തരും, എത്ര TRS വേണം എന്നുള്ളത്. അപ്പോൾ കോൺടാക്ട് നമ്പറൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അവരെ നോക്കിയിട്ടുണ്ട്, എന്നോട് കോൺടാക്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട്. കോൺടാക്ട് നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത് വിട്ടെടുത്തിട്ടുണ്ട്. ഇനി അവർ പേയ്മെൻറ്റ് അവർ റിലീസ് ചെയ്യും. റിലീസ് ചെയ്താൽ അവിടെ കാണിക്കും നേരെ താഴെയായിട്ട് തന്നെ. ഇപ്പം നിങ്ങൾക്ക് അവിടെ കാണാം താഴത്ത് നമുക്ക് TRS റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്. അപ്പോൾ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് TRS കാണാം. ജസ്റ്റ് ബാക്ക് ചെയ്താൽ മതി. ഇനി അപ്പ് എന്നുള്ള ഭാഗത്ത് വേണം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഓക്കെയാണ്. നമുക്ക് ബാക്ക് ചെയ്യാം. ബാക്ക് അടിച്ചിട്ട് നമുക്ക് നമ്മളെ നേരത്തെ TRSൻ്റെ ഭാഗത്തേക്ക് തന്നെ പോവാം. ഇപ്പം നമുക്ക് നോക്കാത്ത TRS വന്നിട്ടുള്ളത് നോക്കാം. ജസ്റ്റ് ലേറ്റർ അടിച്ചു കൊടുക്കുക, ബാക്ക് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും TRS ഒന്നുമില്ല. കുറച്ച് ജസ്റ്റ് റീഫ്രഷ് ചെയ്യാം. അപ്പോൾ കാണില്ല, നിങ്ങൾക്ക് 95.178 TRS അവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതായത് അതിൻ്റെ വാല്യൂ വെച്ചിട്ട് $10. അപ്പോൾ അവിടെ കാണാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഏത് ക്രിപ്റ്റോ കറൻസി ബൈ ചെയ്യലും സെല് ചെയ്യലും ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും